ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കിയതേ പഴം വേവിച്ചിട്ട് അതിൽ കുറച്ച് അരിപ്പൊടിയും പഞ്ചസാരയും ഏലക്കായൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു നൂൽപുട്ടാട്ടോ. ഇതാവുമ്പോൾ പിന്നെ കറിയുടെ ആവശ്യമൊന്നും വേണ്ട. ആദ്യം ഒരു ട്രിപ്പ് ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെയാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നൂൽപുട്ടൊക്കെ ആയി ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിരുന്നു. തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനേ അടിപൊളിയാണേ. ഇന്ന് നമുക്ക് മീൻ കിട്ടിക്കണത് ഏപ്പയും പിന്നെ കുറച്ച് അയില കേട്ടോ. ഉപ്പേരി ഇന്നേ ക്യാബേജാണ്. പിന്നെ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു. അതും ഞാൻ വേഗം കഴുകി കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ക്യാബേജ് ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ കഴുകി വെച്ച ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുത്ത് അതങ്ങോട്ട് അടച്ചു വെച്ചു. ക്യാബേജൊക്കെ ആയപ്പോഴേ അത് മാറ്റിയിട്ട് മീൻകറി ഉണ്ടാക്കാൻ ഞാൻ മൺചട്ടി വെച്ചു. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴല്ലേ മീൻകറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉള്ളത്. മൺചട്ടി ഒന്ന് ചൂടായപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫസ്റ്റ് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും വെല്ലുവിളിയും പച്ചമുളകും കറിവേപ്പില ഇട്ടൊന്ന് വഴറ്റി കൊടുത്തു. വേഗം വഴറ്റി കിട്ടാണെങ്കിൽ കുറച്ച് ഉപ്പിട്ടു. പിന്നെ പൊടികൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് വീണ്ടും വഴറ്റി കൊടുത്തു. പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. പുളിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേ നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ മീൻകറി റെഡിയായി. കപ്പ നമ്മുടെ വീട്ടിൽ പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ ഏതായാലും മീൻകറി ഉണ്ടാക്കിയില്ലേ. മീൻകറി കൂട്ടി കപ്പ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. കഴുകി മാറ്റി വെച്ച കപ്പ കുക്കറിലിട്ട് കൊടുത്ത് അതിൽ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചു. അങ്ങനെ ഉള്ളിച്ചമ്മന്തിയും മീൻകറിയും കൂട്ടിയിട്ട് കപ്പ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കുക്ക് ചെയ്യലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നു കേട്ടോ. ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ വന്നു. ഇത് ഉപ്പാക്കി തൃശ്ശൂർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാട്ടോ. സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോയപ്പോഴേ എനിക്ക് വിശന്നു കേട്ടോ. ഞാൻ വേഗം പോയി ചോറ് എടുത്ത് കഴിച്ചു. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.